തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉത്സവ വിശേഷങ്ങൾ തുടരുകയാണ്. ഇന്ന് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവം കൊടിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളും ഏകദേശം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവുമൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം മുമ്പൊരിക്കൽ ഞാൻ വീഡിയോയിൽ പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചിരുന്നു. നമുക്ക് ഇന്ന് കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒന്നാം ഉത്സവ കാഴ്ചകളും കൊടിയേറ്റും രാത്രികാല ദൃശ്യങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെ ഒന്ന് തൊട്ടറിയാം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് അച്ചൻകോവിലാറിൻ്റെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണകാശി എന്ന് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. കിരാതമൂർത്തി രൂപത്തിൽ ശിവഭഗവാനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. മാർക്കണ്ഡേയ മുനിയുടെ അച്ഛനായ മൃഗണ്ടു മുനിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് ഐതിഹ്യങ്ങളുണ്ട്. കണ്ടതിൽ നല്ല ഊരാണ് കണ്ടിയൂർ എന്ന വാക്കായി പരിണമിച്ചത് എന്നും പറയുന്നു. ഓടനാട് രാജാവിൻ്റെ അധീനതയിലിരുന്ന ആ ക്ഷേത്രം രാജാക്കന്മാരുടെ സഹായത്താൽ പ്രശസ്തി പ്രാപിക്കുകയുണ്ടായി. ഓടനാട് രാജാവിൻ്റെ തലസ്ഥാനം കണ്ടിയൂരായിരുന്നു എന്നും ചരിത്രരേഖകളുണ്ട്. കണ്ടിയൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യനായിരുന്ന ദാമോദര ചാക്യാർ എഴുതിയ ശിവവിലാസത്തിൽ അപ്രകാരം പറയുന്നുമുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ ഉൾപ്പെടെ കണ്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് കണ്ടിയൂർ ക്ഷേത്രം. കണ്ടിയൂരപ്പൻ എന്ന പേരിൽ ഭഗവാനെ ഇവിടെ അറിയപ്പെടുന്നു. ഒരു കാലത്ത് ദേവദാസികൾക്കായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം.
ക്ഷേത്ര മതിലകത്തിൻ്റെയും ക്ഷേത്ര സമുച്ചയത്തിൻ്റെയും വലിപ്പത്തിൽ പുകൾപെറ്റ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. മാവേലിക്കര നഗരത്തിൽ ഹരിപ്പാട് പോകുന്ന വഴി മാവേലിക്കരയിൽ നിന്നും 2 കിലോമീറ്റർ മാറിയായിട്ടാണ് 7.5 ഏക്കർ വിസ്താരമേറിയ വലിയ മതിൽക്കകമുള്ള ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതാ ദേവാലയങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപദേവതാ ക്ഷേത്രങ്ങളുള്ള ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രപുരമതിൽ വളരെ ഉയരത്തിലാണ് ഉള്ളത്. 4 മതിലുകൾക്കും 4 ഗോപുരങ്ങളുമുണ്ട്. കിഴക്കേ ഗോപുരവാതിലിൽ ഗജേന്ദ്രമോക്ഷം, കൃഷ്ണാവതാരം തുടങ്ങിയ ദാരുശില്പങ്ങൾ ഭംഗിയായി കൊത്തിവച്ചിരിക്കുന്നു. ഇരുനിലയിൽ തീർത്ത മഹാസൗധമാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 2 നിലയിൽ പണിതീർത്തിരിക്കുന്ന ശ്രീകോവിലിൻ്റെ താഴത്തെ നില വർത്തുളാകൃതിയിലും മുകളിലത്തേത് ചതുരാകൃതിയിലും നിർമ്മിച്ചിരിക്കുന്നു. കിഴക്കോട്ട് ദർശനം നൽകി കിരാതമൂർത്തിയായി ശ്രീ പരമേശ്വരൻ ഇവിടെ മഹാശിവലിംഗ രൂപത്തിൽ ദർശനം നൽകുന്നു. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ പഴക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല. ശ്രീകോവിലിൻ്റെ ഭിത്തികൾ കരിങ്കല്ലും മണ്ണും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പലയിടങ്ങളിലും ശ്രീകോവിലിൻ്റെ കരിങ്കൽ അടിത്തറയിലും വട്ടെഴുത്തിൽ ധാരാളം ശാസനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്രയധികം ഉപദേവാലയങ്ങളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വിരളമാണ്. 12 ഉപദേവാലയ ക്ഷേത്രങ്ങൾ കണ്ടിയൂർ മതിലകത്തുണ്ട്. അവയിൽ 5 എണ്ണം ശിവന്റെ തന്നെ 5 വകഭേദങ്ങളാണ്. നാലമ്പലത്തിന് ചുറ്റുമായി 11 ഉപദേവതാ പ്രതിഷ്ഠകൾ കാണാം. 5 എണ്ണം മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നുള്ള കുടിയിരുപ്പ് പ്രതിഷ്ഠകളാണ്. ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ, വടക്കുംനാഥൻ എന്നിവയാണിവ. ഇവയ്ക്കു പുറമെ വിഷ്ണു, നാഗദൈവങ്ങൾ, ഗോശാലകൃഷ്ണൻ, ശാസ്താവ്, അന്നപൂർണേശ്വരി അഥവാ പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകളുണ്ട്. ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ചെറിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മലയാള വർഷം 1103 ആണ്ട് മകരമാസം 15-ാം തീയതിയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്വർണം പൂശിയ കൊടിമരം സ്ഥാപിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ കാണുന്ന കൊടിമരം ഏതാണ്ട് 100ഓളം വർഷം പഴക്കമുള്ള ഇന്നത്തെ സ്വർണം പൂശിയതാണ്. പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള കണ്ടിയൂരപ്പൻ ഇവിടെ കിരാതമൂർത്തിയായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. 3 സന്ധ്യയ്ക്കും 3 ഭാവങ്ങളോടെ ശിവപെരുമാൾ ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നു. രാവിലെ ദക്ഷിണാമൂർത്തിയായും വിദ്യാപ്രദായകനായും, ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായും, ദാമ്പത്യ സുഖപ്രദായകനായും, വൈകുന്നേരം കിരാതമൂർത്തിയായി സർവസംഹാര മൂർത്തിയായും ഇവിടെ ദർശനം നൽകി അമരുന്നു. കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമായ ഇരിങ്ങാലക്കുടയിലുള്ള നെടുമ്പള്ളി തരണനല്ലൂർ കുടുംബമാണ് ഇവിടെ തന്ത്രം നിർവഹിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി ഉത്സവം നടക്കുന്നു. കൊല്ലവർഷം 1199 ആണ്ട് ധനുമാസത്തിലെ, അതായത് 2023 ആണ്ടിലെ ഉത്സവമാണ് ഇപ്പോൾ ഉത്സവ ദിവസമാണ് ഇന്നത്തെ കാഴ്ചയിലുള്ളത്. തിരുവാതിര വരുന്ന ദിവസമാണ് ആറാട്ട്. 10 ദിവസമാണ് ഉത്സവം ഇവിടെ നടക്കുന്നത്. ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി 10 ദിവസത്തെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. കൂടാതെ ഇവിടെ ശിവരാത്രിയും വിശേഷമാണ്. കൊടിയേറ്റ് കണ്ടു കഴിഞ്ഞാൽ കൊടിയിറക്കവും കാണണമെന്നാണ് ശാസ്ത്രവിധി. നമുക്ക് കൊടിയിറക്കത്തിൻ്റെ വീഡിയോയും ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ആ പ്രത്യേക ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ കൊടിയേറ്റിന് ശേഷം കണ്ടിയൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള സുനിൽ നന്ദകുമാറിൻ്റെ ഭക്തിഗാനത്തിൻ്റെ പ്രകാശന കർമ്മം ഉണ്ടായിരുന്നു. ആ ചടങ്ങും കണ്ടതിനു ശേഷം രാത്രിയോടുകൂടി വീണ്ടും എത്തുകയുണ്ടായി. രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്.
രാത്രിയിൽ ഭക്തിഗാനസുധ സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ സുദീപും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനസുധ എല്ലാവരുടെയും മനസ്സും കാതും കണ്ണും കവർന്നു. അതിനുശേഷം ചെറിയ കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റവും ഉണ്ടായിരുന്നു. ഒന്നാം ദിവസം വളരെ ഗംഭീരമായിട്ടുള്ള ഉത്സവമായിരുന്നു. ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാം ദിവസത്തെ ശീവേലിയും എഴുന്നള്ളത്തും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട്. വരും ദിവസങ്ങളിൽ ആറാട്ടും മറ്റ് അനുബന്ധ ചടങ്ങുകളുമൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കണമെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ ക്ഷേത്രവിശേഷത്തെ പകർന്നു നൽകുക. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം, ശുഭദിനം.